ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. നമ്മൾ ഗാർഡനിലൊക്കെ ചെടി നടുമ്പോൾ സാധാരണയായിട്ട് എപ്പോഴും യൂസ് ചെയ്യാറ് മണ്ണിലെ കൊക്കോപ്പീറ്റ് ഇതൊക്കെയാണല്ലോ. ഇനി മുതൽ അല്ലെങ്കിൽ ആ മണ്ണ് ഇല്ലാത്തവരൊട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫ്ലാറ്റുകളിലും അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് എപ്പോഴും മണ്ണ് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മീഡിയമാണ് ഈ ലീക്ക ബോൾസ് എന്ന് പറയുന്നത്. ഈ ചെറിയ ചെറിയ ബോൾസ് ഇത് വാങ്ങിച്ച് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ പൊടി ഇങ്ങനെ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ആ ഡസ്റ്റ് അത്ര നല്ലതല്ല നമ്മുടെ ചെടികൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നല്ലപോലെ വാഷ് ചെയ്ത് ഇതിൻ്റെ ആ പൊടിയും ഡസ്റ്റൊക്കെ അങ്ങ് വാഷ് ചെയ്ത് കളയണം. അതിനുശേഷം ഒരു 10-20 മിനിറ്റ് നേരം നമ്മൾ വെള്ളത്തിൽ ഇതേപോലെ ഒന്ന് മുക്കിയിട്ടതിന് ശേഷം 2-3 പ്രാവശ്യം നമുക്ക് കഴുകി അതിൻ്റെ ഈ ഡസ്റ്റ് പൊടികളൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ബോൾസ് യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ വെള്ളം നമ്മൾ ഏത് മീഡിയത്തിലാണോ വെള്ളത്തിലാണിത് ഈ ബോൾസ് ഇട്ട് വെക്കുന്നതെങ്കിൽ ആ വെള്ളം മുഴുവൻ നമുക്ക് ഈ ഒരു നിറത്തിൽ കാണപ്പെടും. അതായത് നല്ല പ്ലെയിനായിട്ട് വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇതിൻ്റെ അകത്തെ ക്ലേ മുഴുവൻ നല്ലതുപോലെ വാഷ് ചെയ്ത് കളയണം. അന്നേരം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ പേര് ലീക്ക ബോൾസ് എന്നാണ്. ലീക്ക ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് എക്സ്പാൻഡഡ് ക്ലേ അഗ്രഗേറ്റ് എന്നാണ്. അപ്പോൾ ഇതൊരു ഗ്രോയിങ് മീഡിയമാണ്. നമ്മുടെ മണ്ണ് പോലെ തന്നെ നമുക്ക് ചെടികൾ വളർത്താൻ പറ്റിയ ഒരു മീഡിയമാണ് ഇത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. അതായത് നമുക്ക് കാണാൻ പറ്റുന്നതിലും അതിലും ചെറുതായിട്ടുള്ള ഒരുപാട് കാണാൻ പറ്റുന്ന ഹോൾസും ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ഹോൾസാണ്. അന്നേരം ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം വെള്ളത്തിലാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ ഒക്കെ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് നല്ലതുപോലെ അത് ഹോൾഡ് ചെയ്ത് എസ്പെഷ്യലി നമ്മുടെ മോയ്സ്ചർ ഹോൾഡ് ചെയ്യും. അതുപോലെ ഓക്സിജന് അങ്ങനെ ആ ബോൾസിൻ്റെ അകത്ത് ഫെർട്ടിലൈസർ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതൊക്കെ നല്ലപോലെ ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് സമയാസമയങ്ങളിൽ നമ്മുടെ ചെടികൾക്ക് ഇത് റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് നല്ല ഒരു ഗ്രോയിങ് മീഡിയമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നല്ലൊരു പോട്ടിംഗ് മിക്സാണ് ഇത്. ഞാൻ നേരത്തെ നമ്മുടെ മണി പ്ലാന്റ് നട്ടു വെച്ചിരുന്നതാണ്. നല്ല ഗ്രോത്താണ്. നല്ല വേരുകൾക്കൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാൻ കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല രീതിയിൽ നല്ല ഹെൽത്തി റൂട്ട്സൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോഴിത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മൾ ഓൺലൈനിലോ അല്ലെങ്കിൽ നഴ്സറികളിലോ ചോദിച്ചു കഴിഞ്ഞാൽ ലേക്ക ബോൾസ് വാങ്ങാൻ കിട്ടും. ജസ്റ്റ് ഇത് എങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ ഒരു വെള്ളത്തിൽ മണി പ്ലാന്റ് നടുന്ന അതിൽ കുറച്ച് ലിക്ക ബോൾസ് ഇട്ട് വെച്ചിരുന്നതാണ്. ലിക്ക ബോൾസ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് സക്കലൻസ്, കാക്ടസ് പോലുള്ള ചെടികൾ നട്ട് വളർത്താൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തും ഇത് യൂസ് ചെയ്യാൻ പറ്റും. മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മളിത് ഉപയോഗിക്കുകയാണെങ്കിലുള്ള ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ നല്ലപോലെ എയറേഷൻ നടക്കും. ചെടികളുടെ വേരിൻ്റെ ഗ്രോത്തിന് നല്ലതാണ് ഇത്. അപ്പോഴിത് നിങ്ങൾക്ക് നല്ലൊരു പോട്ടിംഗ് സോയിൽ അല്ലെങ്കിൽ മീഡിയത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തും യൂസ് ചെയ്യും. ഒട്ടും മണ്ണില്ലാതെയും നമുക്ക് ഇതേപോലെ ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു ബെനഫിറ്റ്. വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് കയ്യിൽ മണ്ണാവുന്നോ ചെളിയാവുന്നോ ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഒട്ടും വെള്ളം ഇതിൻ്റെ അകത്തൊന്നും കെട്ടിക്കിടക്കത്തില്ല. അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഈ ഒരു ലേക്ക ബോൾസിന് ഉണ്ട്. സാധാരണ നമ്മൾ ചെടിക്ക് നട്ടതിന് ശേഷം വെള്ളം ഒഴിക്കാൻ 1-2 ദിവസം, അതായത് മണ്ണിലാണ് നിങ്ങൾ ഈ ക്ലേ ബോൾസ് മിക്സ് ചെയ്ത് നടുന്നതെങ്കിൽ 1-2 ദിവസം നിങ്ങൾ വെള്ളം ഒഴിക്കാൻ മറന്നുപോയാലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ക്ലേ ബോൾസിന് നല്ലതുപോലെ നല്ലപോലെ ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നല്ല മോയ്സ്ചർ കണ്ടൻറ്റ് ഈ ക്ലേ ബോൾസിൽ ഉണ്ട്. അന്നേരം നമുക്കിപ്പം എവിടെയെങ്കിലും വെക്കേഷന് പോവുകയാണെങ്കിൽ ചെടി വെള്ളം ഒഴിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഈ ക്ലേ ബോൾസ് ചേർത്തങ്ങ് നട്ടുവെച്ചാൽ മതി. അല്ലെങ്കിൽ ക്ലേ ബോൾസിൽ ചെടി നട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് പോയാൽ മതി. നമ്മൾ വരുന്നിടം വരെ മോയ്സ്ചർ ഇതിൻ്റെ അകത്ത് ഹോൾഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇപ്പം ഞാൻ ജസ്റ്റ് വളരെ പെട്ടെന്ന് നമുക്ക് നടാൻ പറ്റുന്നൊരു രീതിയാണ്. ഞാനിപ്പോൾ ഇവിടെ ക്ലേ ബോൾസ് വെള്ളത്തിലിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം നമ്മളൊരു ഗ്ലാസ് വേസോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിലേക്ക് കുറച്ച് ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കുക. നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ഇത് വെള്ളത്തിൽ വളരുന്ന ചെടിയാണ്. മണി പ്ലാന്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ മണി പ്ലാന്റ് നടാൻ വേണ്ടി എടുത്തത്. അപ്പോൾ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് എടുത്ത് ഇതിലേക്ക് നട്ടുവെച്ചാൽ മാത്രം മതി. അതിനുശേഷം അതിന് മുകളിലേക്കും കുറച്ച് ക്ലേ ബോൾസ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്താണ് ഇത് നടാൻ പോകുന്നത്. ഇത് ഓൾറെഡി വേര് വന്ന നമ്മുടെ മണി പ്ലാന്റിൻ്റെ ബ്രാഞ്ചാണ്.
അത് ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. അതിനുശേഷം ഇനി ഇതിലേക്ക് എത്ര പീസസ് എത്ര ബ്രാഞ്ചസ് ആണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അത് വെച്ചതിന് ശേഷം കുറച്ച് ക്ലേ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുക. അടിയിലുള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. തണ്ട് മാത്രം മണ്ണിലേക്ക് ഇറക്കി വെക്കുക, അതായത് ബോൾസിലേക്ക് ഇറക്കി വെക്കുക. ഓക്കെ, ഇനി ഇതിൽ കമ്പ് മാത്രമേ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. കാരണം ഇലകളുണ്ടെങ്കിൽ ഇലകൾ അത് ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നട്ട് വെക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെടികൾ നട്ടു വെക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ക്ലേ ബോൾസ് നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടെങ്കിൽ എങ്ങനെയാണ് യൂസ് ചെയ്യാറുണ്ട്, ഏതൊക്കെ ചെടികളാണ് നിങ്ങൾ നട്ടു വെച്ചിരിക്കുന്നതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ. സീ യു നെക്സ്റ്റ്.